ഹായ് വെൽക്കം ബാക്ക് ടു എക്സസ് സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു റീപ്ലേസ് ഇഫ് ഫോർമുല വിത്ത് VLOOKUP ഫോർമുല. പലപ്പോഴും ഇഫ് ഫോർമുല ഒരു കോംപ്ലിക്കേറ്റഡ് ഫോർമുലയാണ്. കാരണം ഒരുപാട് ഡാറ്റാസ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരാൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ VLOOKUP ഫോർമുല റൈറ്റ് ചെയ്യാം, എങ്ങനെ കൺവേർട്ട് ചെയ്യാം VLOOKUP. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു സിനാരിയോ ആണ്, ഇൻസെന്റീവ് സ്വാപ്പ് സിനാരിയോ ആണ് സെയിൽസ്മാൻ്റെ. നമുക്ക് കാണാം സെയിൽസ് സിനാരിയോ ഉണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെ ഈ ഫോർമുല ഏതാണ് കൂടി കാണാം. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇഫ് ഫോർമുല ഏതാണെങ്കിൽ ഈ ഒരു സിനാരിയോയിൽ ഇഫ് സെയിൽസ് ദാറ്റ് മീൻസ് സെയിൽസിൻ്റെ കോളമായി E14 ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഈക്വൽ ടു 10,000 ആണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നത് 0 ആണ്, കോമ ഡബിൾ അപ്പോസ്ട്രോഫി 0 കോമ. ഇനി അതുപോലെ തന്നെ E14 ലെസ് ദാൻ ഈക്വൽ ടു 20,000 ആണെങ്കിൽ നമുക്ക് വരുന്നത് 2% ആണ്. ദാറ്റ് മീൻസ് കോമ ഡബിൾ അപ്പോസ്ട്രോഫി 2 ഡബിൾ കോട്സ് കോമ. ഇഫ് അത് കഴിഞ്ഞ് വീണ്ടും ഇഫ് ചെയ്താൽ E14 ലെസ് ദാൻ ഈക്വൽ ടു 30,000 ആണെങ്കിൽ നമുക്ക് വരേണ്ടത് 3% ആണ്, കോമ 3 ഡബിൾ കോട്സ് 3 ഡബിൾ കോട്സ് കോമ. വീണ്ടും ഇഫ് ചെയ്ത് വീണ്ടും ഇതുപോലെ തന്നെ 40,000 E14 ലെസ് ദാൻ ഈക്വൽ ടു 40,000 ആണെങ്കിൽ 4%, 40,000 ആണെങ്കിൽ ഡബിൾ കോട്സ് 4 ടൈപ്പ് ചെയ്യാം, ഡബിൾ കോട്സ് ക്ലോസ് ചെയ്യുക, വീണ്ടും കോമ, വീണ്ടും ഇഫ് ചെയ്തിട്ട് ഇഫ് E14 ഗ്രേറ്റർ ദാൻ 40,000 ആണെങ്കിൽ നമുക്ക് 5%. ഇതുപോലെ വളരെ ലെങ്തി ആയിട്ടുള്ള ഫോർമുല ആയിരിക്കും മിക്കവാറും നമ്മൾ ഇഫ് ചെയ്തത്. പക്ഷേ ഇത് നമുക്ക് വീണ്ടും എന്തെങ്കിലും ചേഞ്ചസ് വന്നാലും ഇത് 1 by 1 ആയിട്ട് ചേഞ്ച് ചെയ്ത് നിൽക്കണം. ഇതിനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന VLOOKUP ഫോർമുല ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്കിത് ഫോർമുല എഴുതി കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഇതുപോലെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കൺട്രോൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള റേഷ്യോ കിട്ടി. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ VLOOKUPലേക്ക് കൊണ്ടുവരാം. VLOOKUPലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒറ്റ മാർഗം മതി, നമുക്ക് ഇതിന് സ്ലാബ് തിരിക്കണം. ഇപ്പോൾ ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് 0 വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും 0 ടു എക്സാമ്പിൾ ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ 0 ടൈപ്പ് ചെയ്ത് ഫസ്റ്റ് സ്ലാബാണ് നമ്മളിവിടെ 0 ടൈപ്പ് ചെയ്തിട്ട് 0% 10,000 1 എബോവ് വരുന്നതിന് 2%, അതുപോലെ 30,000 എബോവ് വരുന്നതിന് 20,000 എബോവ് വരുന്നതിന് 3%, 30,000 1 എബോവ് വരുന്നതിന് 4%, അതുപോലെ 40,000 എബോവ് വരുന്നതിന് 5%. ജസ്റ്റ് ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഇതിലേക്ക് വരാം, കാൽക്കുലേഷൻ വന്നിട്ട് ജസ്റ്റ് ഇവിടെ ഈക്വൽ ടു VLOOKUP, നമ്മൾ ലുക്കപ്പ് ആൻഡ് റെഫറൻസിൽ വരെ ഫോർമുലസിൽ VLOOKUP ടൈപ്പ് ചെയ്യാം. അല്ല ലുക്കപ്പ് വാല്യൂട്ട് എടുക്കേണ്ടത് നമുക്ക് സെയിൽസ് ആണ്, അതിൽ കോമ. ടേബിൾ ആയിട്ട് എടുക്കുന്നത് നമ്മൾ ടേബിളാണ്. ഇപ്പോൾ നമുക്ക് സാധാരണ എക്സാക്ട് മാച്ച് നമ്മൾ ചെയ്യാറ്. എക്സാക്ട് മാച്ച് നമുക്ക് കറക്റ്റ് വാല്യൂ ആണെങ്കിൽ മാത്രം കിട്ടാറില്ല. അതിന് നമ്മൾ ഫോൾസ് ആണ് ഉപയോഗിക്കുക റേഞ്ച് ലുക്കപ്പിൽ. പകരം ഇവിടെ കോളം ഇൻഡെക്സിൽ 2 ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രൂ ആണ്. ട്രൂ ഓപ്ഷൻ അല്ലെങ്കിൽ 1 നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് മാച്ചാണ് എടുക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് 10,000 to 20,000 എന്താണ് വരുന്നത് അത് 2 ആയിരിക്കും എടുക്കുക. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എൻ്റെ വാല്യൂസ് കിട്ടി. ദാറ്റ് മീൻസ് ഇപ്പോൾ ഓരോ സ്ലാബിൻ്റെയും എത്ര എമൗണ്ട് ഓട്ടോമാറ്റിക് കിട്ടും. ഇപ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞപ്പോൾ ഞാൻ സ്ലാബിൽ എന്തെങ്കിലും പുതിയ പെർസെൻറ്റേജ് മാറുക ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് അവിടെ 6 ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് 6 ആവും. അപ്പോൾ ഇത് വളരെ ക്വിക്കായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. സോ ഇത് വൺസ് ഇത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഫോർമുല എഴുതുന്നതിൻ്റെ 4 സമയം വേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. സോ നന്നായി പ്രാക്ടീസ് ചെയ്യുക, കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫോർമുലയാണ്. സാധാരണ VLOOKUPൽ 0 എന്ന് പകരം ഇവിടെ 1 ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ബൈ, സീ യു. കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.